പുതിയതായിട്ട് ഒരു എയർ കൂളർ വാങ്ങാൻ പ്ലാൻ ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ബജാജ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഡെസേർട്ട് കൂളർ ആണ്. ഡെസേർട്ട് കൂളർ എന്ന് പറയുന്നത് കുറച്ചുകൂടി ഹെവി ഡ്യൂട്ടി പർപ്പസിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഡെസേർട്ട് കൂളറുകൾ. ഈ ഒരു കൂളറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു കൂളറിനൊക്കെ അപേക്ഷിച്ച് കുറച്ചും കൂടി എയർ ഫ്ലോ നമുക്ക് കൂടുതലായിരിക്കും. നോർമൽ ഒരു കൂളറിനൊക്കെ ഏകദേശം ഒരു 12 ഫീറ്റ് ഒക്കെ വരുമ്പോൾ ഇതിനൊരു 18 ഫീറ്റോളം നമുക്ക് എയർ ഫ്ലോ കൂടുതലായിട്ട് നമുക്ക് കിട്ടും. അതാണ് ഡെസേർട്ട് കൂളറിന്റെ പ്രത്യേകത. അതുപോലെ തന്നെ നോർമൽ ഒരു കൂളറിന് ഒരു 140 വാട്ട്സ് ഒക്കെ വരുമ്പോൾ ഇതൊരു 160 വാട്ട്സ് ആണ് ഈ ഒരു എയർ കൂളറിന് വരാം. ഇത് ബജാജിന്റെ ഷീൽഡ് സീരീസിൽപ്പെട്ട സ്പെക്ടർ 55 ലിറ്ററിന്റെ എയർ കൂളർ ആണ്. 55 എന്ന് പറയുന്നത് ഇതില് വാട്ടർ ടാങ്ക് ആണ്. അതായത് നമുക്ക് ഇതിൽ ഒഴിക്കാൻ പറ്റുന്ന ആ ഒരു വാട്ടറിന്റെ അളവിനെയാണ് ഇത് 55 എന്ന ആ ഒരു കോഡ് കൊണ്ട് കമ്പനി ഉദ്ദേശിക്കുന്നത്. 55 ലിറ്റർ വരെ നമുക്ക് ഈ ഒരു ടാങ്കിൽ വെള്ളം ഒഴിച്ച് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനി ഈ ഒരു എയർ കൂളറിന്റെ പ്രത്യേകതയിലേക്ക് വരുമ്പോൾ മറ്റുള്ള കൂളറിൽ നിന്നൊക്കെ ഈ ഒരു എയർ കൂളറിനെ വ്യത്യസ്തമാക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ പറഞ്ഞുതരാം. ആദ്യമേ തന്നെ ഒരു എയർ കൂളറിന്റെ വാറണ്ടിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മറ്റ് ബ്രാൻഡുകൾക്കൊക്കെ 1 ഇയർ ആണ് ഫുൾ കവർ വാറണ്ടി കൊടുക്കുക. പക്ഷെ നമുക്ക് ഈ ഒരു എയർ കൂളറിന് 1 ഇയർ ഫുൾ കവർ വാറണ്ടിയും അതിന് പുറമെ ഇതിന്റെ പമ്പ് മോട്ടർ വരുന്നുണ്ട്. അതായത് ഇതിന്റെ ടാങ്കിൽ നിന്ന് ഇതിന്റെ ഹണി കോംബ് ഫിൽറ്റർ നനയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പമ്പ് മോട്ടർ ഉണ്ട്. ഇതിന് 3 ഇയർ വാറണ്ടി കമ്പനി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഫാൻ ഉണ്ട്. ഫാൻ മോട്ടറിനും 3 ഇയർ ആണ് കമ്പനി വാറണ്ടി വരുന്നത്. ഒരു വാറണ്ടിയിൽ അത്യാവശ്യം നല്ലൊരു കൂടിയൊരു ബ്രാൻഡാണ് ബജാജിന്റെ ഈ ഒരു സീരീസ്. ഇനി ഇതിൽ 55 ലിറ്റർ വെള്ളം ഒഴിക്കാമെന്ന് നമുക്ക് ഓൾറെഡി പറഞ്ഞു. കൂളറുകളെ നമുക്ക് 2 രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. ഒന്ന് ഫാൻ മാത്രമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് കൂളറായിട്ട് യൂസ് ചെയ്യുമ്പോൾ അതിൽ നമുക്ക് കൂൾ വിത്ത് നമുക്ക് പമ്പ് അല്ലെങ്കിൽ കൂൾ വിത്ത് സ്വിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മുടെ എയർ കൂളറിൽ കാണാൻ പറ്റും. ഈ ഒരു ഫംഗ്ഷനിൽ ഇട്ടാൽ മാത്രമാണ് നമ്മൾ എയർ കൂളറിന്റെ പർപ്പസ് നമുക്ക് കിട്ടുള്ളൂ. പിന്നെ അപ്പോൾ ആ ഒരു പർപ്പസിൽ ഇടുമ്പോൾ ഇതിന്റെ ഉപയോഗം എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അടിയത്തെ വാട്ടർ ടാങ്കിൽ നിന്നുള്ള വെള്ളം പമ്പിങ് വഴി നമുക്ക് ഇതിന്റെ ബാക്കിൽ ഒരു ഹണി കോംബ് ഫിൽറ്റർ വരുന്നുണ്ട്. ഈ ഒരു ഹണി കോംബ് ഫിൽറ്റർ ആണ് ഇതിന്റെ ടോട്ടലി ഇതിന്റെ ഫിൽറ്ററിലെ നമുക്ക് ആ മേലേക്ക് വെള്ളം വന്ന് ഫുൾ ആയിട്ട് ഫിൽറ്റർ നനയും. ഇതിന്റെ ഉള്ളിൽ വരുന്നത് ബ്ലോവർ ഫാൻ ആണ്. അപ്പോൾ പുറത്തുനിന്നുള്ള എയർ വലിച്ചെടുത്ത് ആ നനഞ്ഞിരിക്കുന്ന ഫിൽറ്ററിൽ കൂടെ പുറത്തേക്ക് തള്ളുന്ന പ്രോസസ്സ് മാത്രമാണ് എയർ കൂളറിൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു എയർ കൂളറും റൂമിനെ തണുപ്പിക്കില്ല. നമ്മൾ വെക്കുന്ന ഡിസ്റ്റൻസിലുള്ള ഒരു ഫാനിന്റെ ഒരു ചെറിയ തണുത്ത കാറ്റ് മാത്രമാണ് എയർ കൂളേഴ്സിൽ നിന്ന് സംഭവിക്കുള്ളൂ. അതാണ് എയർ കൂളറുടെ പ്രത്യേകത. ഇനി കൂടുതൽ ഫീറ്റിലൊക്കെ നമുക്ക് എയർ ഡെലിവറി വേണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഡെസേർട്ട് എയർ കൂളറുകൾ നിങ്ങൾക്ക് വാങ്ങി ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിൽ മറ്റു ഫീച്ചേഴ്സിലേക്ക് നോക്കുമ്പോൾ ഇതിന്റെ 3 സൈഡും നമുക്ക് ഓപ്പൺ ആയതാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ 3 സൈഡിൽ നിന്നുള്ള എയർ വലിക്കുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള എയർ ത്രോ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് പൊതുവെ എയർ കൂളറിന്റെ ഒക്കെ ഒന്നല്ലെങ്കിൽ ഏറ്റവും മേലെ മാത്രമായിട്ടാണ് ഇതിന്റെ വാട്ടർ ഒഴിക്കാനുള്ള ഓപ്ഷൻ വരാം. ഇതിന്റെ നമുക്ക് ഏറ്റവും ടോപ്പിലായിട്ട് വാട്ടർ ഒഴിക്കാനും ഐസ് ക്യൂബ് ഇടാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ 2 സൈഡുകളിലായിട്ടും നമുക്ക് വാട്ടർ ഒഴിക്കാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ വാട്ടർ ഒഴിക്കുമ്പോൾ ഇതിന്റെ ഫ്രണ്ടിലായിട്ട് ഇതിന്റെ വാട്ടർ ലെവൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അതൊരു സേഫ്റ്റിയാണ്. അതുപോലെ തന്നെ നമുക്ക് ഒരു 10 ലിറ്റർ ഒക്കെ വെള്ളം ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ നൈറ്റ് യൂസ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഉപയോഗിക്കാനായിട്ട് പറ്റും. പിന്നെ ആ റൂമിന്റെ ഒക്കെ സ്പേസ് അനുസരിച്ച് ചിലപ്പോൾ നല്ല രീതിയിൽ വെള്ളം എടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ഉപയോഗിക്കുന്ന സമയത്ത് ഒരു 20 ലിറ്റർ എങ്കിലും വെള്ളമൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആണ്. അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ വെള്ളത്തിന്റെ കുറയണ അനുസരിച്ച് ആ വാട്ടർ റീസൈക്കിൾ നടക്കും. പിന്നെ ഇതിന്റെ ബാക്ക് സൈഡിലായിട്ട് ഡ്രൈൻ, അതായത് നമുക്ക് ഇപ്പോൾ ഈ ഒരു സീസൺ കഴിഞ്ഞാൽ നിങ്ങൾക്ക് മഴക്കാലത്തൊക്കെ ഫാൻ മാത്രമായിട്ട് വേണമെങ്കിൽ കൂടുതൽ ഉപയോഗിക്കാം. അപ്പൊ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ആ വെള്ളം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബുഷ് ബാക്കിലായിട്ട് കൊടുത്തിട്ടുണ്ട് ഡ്രൈൻ. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഇതിന്റെ വേസ്റ്റ് വെള്ളം കാര്യങ്ങൾക്ക് റിമൂവ് ചെയ്യാവുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു സേഫ്റ്റി ഫീച്ചറും ഈ ഒരു എയർ കൂളേഴ്സിൽ നമുക്ക് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതൊരു വീല് വരുന്നതാണ്. നിങ്ങൾക്ക് എവിടേക്ക് വേണമെങ്കിലും മൂവ് ചെയ്തിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ നിങ്ങൾക്ക് AC-നൊക്കെ അപേക്ഷിച്ച് AC-യുടെ ഒരു പെർഫോമൻസ് ഒരിക്കലും എയർ കൂളേഴ്സിന് കിട്ടില്ല. അപ്പോൾ അത് വെച്ചിട്ട് മാത്രമേ നിങ്ങൾ എയർ കൂളർ വാങ്ങാൻ പാടുള്ളൂ. ഇനി നിങ്ങൾ എയർ കൂളറിൽ നിങ്ങൾ ഷോപ്പിലൊക്കെ വാങ്ങാൻ ചെല്ലുമ്പോൾ ചിലപ്പോൾ ആ ഷോറൂമിൽ AC ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് ഓൺ ആക്കുന്ന സമയത്ത് ചിലപ്പോൾ ആ AC-യുടെ എയർ ത്രോ നിങ്ങൾ ഈ കൂളേഴ്സിന് വരുന്നത് കാണാം. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ ഒരു കൂളറിന് തണുവുണ്ടെന്ന്. ഒരു കാരണവശാലും ഈ ഒരു കൂളർ കൊണ്ട് നിങ്ങളുടെ റൂം തണുക്കില്ല. പിന്നെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന ടിപ്സുകൾ പറഞ്ഞുതരാം. ഒന്ന്, എയർ കൂളർ ഉപയോഗിക്കുമ്പോൾ ഇതിന്റെ കൂടുതലും തണുത്ത വെള്ളം യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് മേലൊക്കെ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക. അപ്പൊ കുറച്ചും കൂടി എഫക്റ്റ് നമുക്ക് കിട്ടും. രണ്ടാമതായിട്ട് കൂടുതലും ജനലൊക്കെ തുറന്നിടാണെന്നുണ്ടെങ്കിൽ പുറത്തുനിന്നുള്ള എയറും കൂടി വലിച്ചെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് വരും. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള എയർ ത്രോ നിങ്ങൾക്ക് കിട്ടും. ചെറിയൊരു ചൂടിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മാറ്റുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ ഓവറായിട്ട് ഹീറ്റ് ചെയ്തിരിക്കുന്ന റൂമിൽ ഈ സാധനം കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അത് തന്നെയാണ് വീണ്ടും വീണ്ടും റീസൈക്കിൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂളറുകൾ ഉപയോഗിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പിന്നെ നിങ്ങൾ ഇത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇതിൽ വെള്ളമില്ലാതെ സ്വിംഗ് വിത്ത് പമ്പ് എന്ന് പറഞ്ഞ ഫംഗ്ഷനിൽ ഇടരുത്, അല്ലെങ്കിൽ പമ്പ് എന്ന് പറഞ്ഞ ഫംഗ്ഷനിൽ ഇടരുത്, അല്ലെങ്കിൽ കൂൾ എന്ന് പറഞ്ഞ ഫംഗ്ഷനിൽ ഇടരുത്. പല കൂളറിലും പല രീതിയിലുള്ള ഫംഗ്ഷൻ ആയിരിക്കും കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ബജാജിന്റെ എയർ കൂളറിൽ കൂൾ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ കൂൾ വിത്ത് സ്വിംഗ്, ഈ 2 പ്രോഗ്രാമിൽ ഇടുമ്പോഴും
ഇതിന്റെ അടിയിൽ വെള്ളം വേണം. അങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിൽ വെള്ളം വലിച്ചെടുക്കാതെ ആ മോട്ടർ, പമ്പ് മോട്ടർ കത്തി പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഈ ഒരു എയർ കൂളറിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 1690 ഈ ഒരു പ്രൊഡക്റ്റിന്റെ MRP വരുന്നത് മാർക്കറ്റിൽ ഏകദേശം 10,900 ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇതാണ് ഒരു ഹെവി ഡ്യൂട്ടി എയർ കൂളർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു 160 വാട്ട്സിൽ റൺ അയക്കുന്ന ഒരു എയർ കൂളർ ആണ്. ഓവർ ആയിട്ടുള്ള കറണ്ട് കൺസപ്ഷനോ കാര്യങ്ങളൊന്നും ഈ ഒരു എയർ കൂളേഴ്സിൽ വരില്ല. അപ്പോൾ ഇത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അങ്ങനെ യൂസ്ഫുൾ ആയെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയിൽ കാണുമായിരിക്കും.